എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളുടെ അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് SC, ST അതുപോലെ തന്നെ PWD വിഭാഗത്തിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ്, അതായത് ഒഴിവുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് ജനുവരി 9 LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് നടത്തുന്നതാണ്. വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അടക്കാനായിട്ടുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് അത് ഓൺലൈനായിട്ടായിരിക്കും അടക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് എടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് UPI വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ NOC കൂടി കൊണ്ടുപോകേണ്ടതാണ്. അതായത് NOC സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് നേരിട്ട് പോകാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് പകരം മറ്റൊരാളെ അയക്കുകയാണ് എങ്കിൽ ഈ ഒരു കാര്യങ്ങളോടൊപ്പം തന്നെ ഓതറൈസേഷൻ ലെറ്റർ കൂടി നൽകേണ്ടതാണ്. അതായത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അടക്കാനുള്ള ഫീസ്, അതുപോലെ മറ്റൊരാളെയാണ് അയക്കുന്നതെങ്കിൽ ഓതറൈസേഷൻ ലെറ്റർ, അതുപോലെ നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. നിങ്ങൾ ആ ഒരു കോളേജിൽ നിന്നുള്ള NOC സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം നിങ്ങൾ പോയിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ ഒരു അലോട്ട്മെൻറ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SC, ST അതുപോലെ PWD അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, അതായത് അംഗവൈകല്യമുള്ള വിദ്യാർത്ഥികൾക്കാണ് PWD അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുക. മറ്റ് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കൊന്നും ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ഒരു സംശയമായിരുന്നു, PWD കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആ ഒരു കാറ്റഗറിയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് വന്നിട്ടില്ല എങ്കിൽ അതിലേക്ക് SC, ST വിദ്യാർത്ഥികളെ പരിഗണിക്കുമോ എന്നുള്ളത്. അപ്പോൾ അത് പരിഗണിക്കില്ല. അത് ആ ഒരു വിഭാഗത്തിലേക്കായിട്ട് റിസർവ് ചെയ്ത സീറ്റാണ്. അത് പിന്നീട് മാത്രമാണ് ആ ഒരു സീറ്റ് പൊതുമെറിറ്റിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുക. നിലവിൽ അത് PWD വിഭാഗത്തിന് തന്നെ റിസർവ് ചെയ്തു വെച്ച സീറ്റാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഏത് LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻ്ററാണോ ഉള്ളത് ആ ഒരു സെൻറ്ററിൽ നിങ്ങൾ ഈ ഒരു ജനുവരി 9 രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ ഈ ഒരു സംസ്ഥാനത്തെ മുഴുവൻ LBS ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലും പേര് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അന്ന് തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് അന്ന് ഉച്ചയോടെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാവുന്നതും, അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതും, നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് ഈ ഒരു NOC വെച്ച് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് അതത് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റർ അതുപോലെ ഓതറൈസേഷൻ ലെറ്റർ അതായത് ഓതറൈസേഷൻ ഫോം എന്നിവയുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ വേക്കൻസീസും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വേക്കൻസീസ് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് LBSൻ്റെ വെബ്സൈറ്റിൽ തന്നെ വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വേക്കൻസീസിൻ്റെ അവിടെ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഏതൊക്കെ വിഭാഗങ്ങളിലാണ്, അതായത് ഏതൊക്കെ കാറ്റഗറിയിലാണ് സീറ്റ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഉള്ളത് ഗവൺമെൻറ് കോളേജുകളിലാണ്. PD കോട്ടയിലുള്ള ഒഴിവുകളാണ് ആദ്യം നൽകിയിട്ടുള്ളത്. അതിനുശേഷം സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ഈ ഒരു SC, ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കായിട്ടുള്ള സീറ്റ് ഉള്ളത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് സെൽഫ് ഫിനാൻസ് കോളേജുകളാണ് കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് ഉണ്ടോ അതുപോലെ കോഴ്സുകളുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വിവിധ കോളേജുകളുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് മാത്രമല്ല ഗവൺമെൻറ് കോളേജ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇതിനിടയിലായിട്ട് ഗവൺമെൻറ് കോളേജിൻ്റെ വേക്കൻസീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലാണ് ഈ ഒരു വേക്കൻസീസ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കുക. അതായത് സെൽഫ് ഫിനാൻസിലാണോ അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജിലാണോ വേക്കൻസീസ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു SC, ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജിലും ഈ ഒരു DPharmനൊക്കെ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊക്കെ DPharmന് വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. ഒരു വേക്കൻസിയാണ് ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ മറ്റ് കോളേജുകൾ നോക്കുന്ന സമയത്ത് ബാക്കിയൊക്കെ ഏകദേശം സെൽഫ് ഫിനാൻസ് കോളേജാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനിടയിലൊക്കെ ആയിട്ട് ഗവൺമെൻറ് കോളേജ് കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് SC വിഭാഗത്തിൽ റേഡിയോളജിക്കൽ ടെക്നോളജിക്ക് ഒരു സീറ്റ് പരിയാരം കണ്ണൂർ ആ ഒരു മെഡിക്കൽ കോളേജിൽ കൊടുത്തിട്ടുണ്ട്. അതായത് പരിയാരം മെഡിക്കൽ കോളേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിനിടയിലൊക്കെ ആയിട്ട് ഈ ഒരു ഗവൺമെൻറ് കോളേജ് കൂടി കാണാം. കൂടുതലും സെൽഫ് ഫിനാൻസ് കോളേജാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനിടയിലായിട്ട് ഗവൺമെൻറ് കോളേജ്, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഓഫ്താൽമിക് അസിസ്റ്റൻറ്റ് SC വിഭാഗത്തിൽ
അത് ഒരു സീറ്റ് ഉണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിനിടയിലൊക്കെ ആയിട്ട് ഗവൺമെൻറ് സീറ്റും സെൽഫ് ഫിനാൻസ് സീറ്റൊക്കെ മിക്സ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകളിൽ വാക്കൻസീസ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഇനി നമുക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഓതറൈസേഷൻ ഫോമും കാര്യങ്ങളും നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ്സ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ LBSൻ്റെ ഈ ഒരു ഡിപ്ലോമ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളായിരിക്കും സാധാരണ ഇതിൽ പങ്കെടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ജനുവരി 9-ാം തീയതി രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് ഹാജരായി നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. 11 മണിക്ക് ശേഷം യാതൊരു കാരണവശാലും രജിസ്ട്രേഷൻ അനുവദിക്കില്ല. അതുപോലെ LBS നടത്തിയിട്ടുള്ള മുൻ അലോട്ട്മെൻറ്റുകൾ വഴി സർക്കാർ കോളേജുകളിൽ ഒഴികെയുള്ള കോളേജുകളിൽ പ്രവേശനം നേടിയ അപേക്ഷകർ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള നിരാക്ഷേപ പത്രം, അതായത് NOC നോൺ ഒബ്ജക്ഷൻ കം പൊസിഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഹാജരാക്കണം. അതുപോലെ തന്നെ ഒഴിവുള്ള സീറ്റുകളുടെ വിവരങ്ങൾ LBS വെബ്സൈറ്റിലും ഫെസിലിറ്റേഷൻ സെൻ്ററുകളിലും പ്രസിദ്ധീകരിക്കും. അതുപോലെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നവരുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അലോട്ട്മെൻറ്റ് നടത്തുന്നത്. റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിലും ഫെസിലിറ്റേഷൻ സെൻ്ററുകളിലും പ്രസിദ്ധീകരിക്കുന്നതാണ്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ടോക്കൺ ഫീസ് അടക്കുകയും ചെയ്ത ശേഷം കോളേജുകളിൽ അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളുടെ ടോക്കൺ ഫീസ് തിരികെ കിട്ടുന്നതല്ല. അതിനാൽ പ്രവേശനം നേടാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അതായത് ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ പങ്കെടുക്കുക. കാരണം അലോട്ട്മെൻറ്റ് കിട്ടി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു പൈസ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അത് തിരികെ നൽകുന്നത് അല്ല. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ മാത്രം ഇതിൽ പങ്കെടുത്താൽ മതി. അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ മുൻപ് ഫീസ് അടച്ചിട്ടില്ലാത്തവർ ആണെങ്കിൽ ടോക്കൺ ഫീസായിട്ട് 10,000 രൂപയും അതുപോലെ SC ST OEC അതുപോലെ ചിൽഡ്രൻസ് ഓഫ് ഫിഷർമാൻ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ 100 രൂപയും അപ്പോൾ തന്നെ LBS സെൻറ്റർ മുഖേന ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ അലോട്ട്മെൻറ്റ് മെമ്മോയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് 2025 ജനുവരി 13-നകം അതത് കോളേജുകളിൽ നേരിട്ട് ഹാജരായിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടണം. അപേക്ഷ നേരിട്ട് ഹാജരാകുന്നില്ലെങ്കിൽ മാത്രം ഈ ഒരു 3-ാമത്തെ പേജിലുള്ള ഓതറൈസേഷൻ ലെറ്റർ ഹാജരാക്കിയാൽ മതിയാകും. ഇനി നമുക്ക് ഈ ഒരു DFCയുടെ ഡീറ്റെയിൽസ് നോക്കാം. തിരുവനന്തപുരം, അതുപോലെ കൊല്ലം, അടൂർ, ആലപ്പുഴ, പാമ്പാടി, ഇടുക്കി, അതുപോലെ കളമശ്ശേരി, തൃശ്ശൂർ, പാലക്കാട്, മഞ്ചേരി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ ടോട്ടൽ 13 സ്ഥലങ്ങളിലായിട്ടാണ് ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉള്ളത്. നിങ്ങൾക്ക് എവിടെയാണോ പോകാൻ സാധിക്കുക അതനുസരിച്ച് നിങ്ങൾ ഇതിൽ പങ്കെടുത്താൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. കാരണം നിങ്ങൾ അടച്ച ആ ഒരു ഫീസ് പിന്നീട് തിരികെ കിട്ടുന്നതല്ല. ഇനി നമുക്ക് ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു എന്ന് പറഞ്ഞുകൊണ്ട് നെയിം ഓഫ് കാൻഡിഡേറ്റ് സൺ ഓർ ഡോക്ടർ ഓഫ് ശ്രീ അല്ലെങ്കിൽ ശ്രീമതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങളുടെ പേരൻറ്റിൻ്റെ പേര് എഴുതുക. അതായത് ഇതിൽ ആദ്യം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേരും ഇനീഷ്യലും, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേരൻറ്റിൻ്റെ പേര്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എത്രാം റാങ്കാണ് എന്നുള്ളത്, അതുപോലെ അത് സ്റ്റേറ്റ് മെറിറ്റ് ആണോ അല്ലെങ്കിൽ കാറ്റഗറി വൈസ് റാങ്ക് ആണോ എന്നുള്ളതാണ് ചോദിച്ചുള്ളത്. അടുത്തതായിട്ട് നിങ്ങൾ ആരാണോ നിങ്ങൾക്ക് പകരമായിട്ട് ഏൽപ്പിക്കുന്നത് അവരുടെ അതായത് നിങ്ങൾ ആരാണോ പകരമായിട്ട് അയക്കുന്നത് അവരുടെ പേരാണ് ശ്രീ ഓർ ശ്രീമതി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആരെയാണോ അയക്കുന്നത് അവരുടെ പേരും അതുപോലെ അവരുടെ അഡ്രസ്സും ഇവിടെ എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ ഭാഗത്തായിട്ട് ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കാണ്ട് ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക. അതിനുശേഷം ഇവിടെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്, അത് നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, അഡ്രസ്സ് എന്നിവ എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ ഒരു ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്കൂളിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ, അതുപോലെ പോളിടെക്നിക് കോളേജുകളിലെ അധ്യാപകർ, അല്ലെങ്കിൽ AEO എന്നിങ്ങനെ, അല്ലെങ്കിൽ SHO എന്നിങ്ങനെ ഇവരൊക്കെ ഈ ഒരു ഗസ്റ്റഡ് ഓഫീസർ വിഭാഗത്തിലാണ് ഉൾപ്പെടുക. അപ്പോൾ ഇവരിൽ ആരെങ്കിലും നിങ്ങൾക്ക് അതായത് അവിടെ പോയി കഴിഞ്ഞാൽ ആ സ്കൂളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇത് അറ്റസ്റ്റ് ചെയ്യാം, നിങ്ങളുടെ ഫോട്ടോ അറ്റസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ആരെയാണ് അയക്കുന്നത് അവരുടെ ഫോട്ടോ ഒട്ടിക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ഫോട്ടോയുടെ മുഖത്ത് കൊള്ളാത്ത രീതിയിൽ ഫോട്ടോയിലും അതുപോലെ തന്നെ പകുതി പുറത്ത് എത്തുന്ന രീതിയിൽ സിഗ്നേച്ചർ ഇടുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അതുപോലെ തന്നെ ഇതിന് താഴെയായിട്ട് നിങ്ങൾ പ്ലേസും ഡേറ്റും എഴുതുക. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ ഇവിടെ ഇടുക. ഇത്ര മാത്രമാണ് ഈ ഒരു ഓതറൈസേഷൻ ലെറ്ററിൽ ഉള്ളത്. അപ്പോൾ ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരിട്ട് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരാളെ അയക്കുന്നുണ്ട് എങ്കിൽ മാത്രമാണ് ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ നൽകേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജും കോഴ്സുകളും വാക്കൻസി ലിസ്റ്റിൽ ഉണ്ട് എങ്കിൽ മാത്രം ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജനുവരി 9-ാം തീയതി രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നേരിട്ട് ഹാജരായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം മറ്റൊരാളെ അയച്ചുകൊണ്ടോ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ താല്പര്യമുള്ള കോളേജും കോഴ്സുകളും വാക്കൻസി ഉണ്ടെങ്കിൽ മാത്രം പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.